നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരാളെ കാണുമ്പോ പുറമേക്കെല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശരിയല്ലായ്മ? അല്ലെങ്കിൽ ഒരുപാട് വിശ്വസിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം നമ്മളെ നിരാശപ്പെടുത്തിയ അനുഭവം? ആളുകളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. ഈ സ്വഭാവത്തിന്റെ ദിശാസൂചി ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താം. ഇതൊരു വലിയ ചോദ്യമാണല്ലേ. പുറമേ കാണുന്ന ആ ഒരു പെരുമാറ്റത്തിനപ്പുറം ഒരാളുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കുക? കാരണം ആളുകളെ ഒറ്റനോട്ടത്തില് വിലയിരുത്താൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒരാളുടെ ശരിക്കുമുള്ള സ്വഭാവം എവിടെയാ ഒളിഞ്ഞിരിക്കുന്നത്? അത് അവരുടെ പ്രവൃത്തികളിലാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. ആ ഒരു മുഖമൂടിക്കപ്പുറം കാണാൻ നമ്മളെ സഹായിക്കുന്ന ചില സൂചനകളുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഭാഗം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ചില ചെറിയ ദൈനംദിന സൂചനകളെക്കുറിച്ചാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾക്ക് നമ്മൾ നിന്ന് ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ല. അങ്ങനെയുള്ളവരോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത്? അതിലാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം ഇരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു റെസ്റ്റോറന്റിൽ കൂടെയുള്ള ആള് ബോസിനോട് നല്ല ബഹുമാനത്തിൽ സംസാരിക്കുന്നു. പക്ഷെ ഓർഡർ എടുത്ത വെയിറ്റർ ഒരു ചെറിയ തെറ്റ് വരുത്തുമ്പോൾ പെട്ടെന്ന് അയാളുടെ ഭാവം മാറുന്നു. അയാളോട് ദേഷ്യപ്പെടുന്നു. ആ ഒരു നിമിഷം അവിടെയാണ് അയാളുടെ യഥാർത്ഥ മുഖം വെളിവാവുന്നത്. വാക്കുകൾക്ക് എന്താ വിലയാ അല്ലേ? ആർക്കും എന്തും പറയാം. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ശരിക്കും പ്രയാസം അത് പ്രവൃത്തിയിൽ കാണിക്കാനാണ്. ഒരാൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ടെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. കാരണം പ്രവൃത്തികളാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്, വാക്കുകളല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാള് മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നത് ശരിക്കും ഒരു പ്രിവ്യൂ കാണുന്നത് പോലെയാണ്. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുകയും അവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാള് നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയുക? സിമ്പിളാണ്. മറ്റുള്ളവരോടുള്ള അവരുടെ സംസാരം ഭാവിയിൽ നിങ്ങളോട് അവരെങ്ങനെ പെരുമാറും എന്നതിന്റെ ഒരു ട്രെയിലർ തന്നെയാണ്. ശരി, അപ്പോൾ നമ്മൾ സാധാരണ സാഹചര്യങ്ങളിലെ ചില സൂചനകൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു പരീക്ഷണഘട്ടം. കാരണം കാര്യങ്ങൾ കുറച്ച് പ്രഷറിലാവുമ്പോഴാണ്, വെല്ലുവിളികൾ വരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നോ അല്ലെങ്കിൽ വേണ്ട എന്ന വാക്കിന് ഒരാൾ എത്രത്തോളം വില തരുന്നു? നിങ്ങളൊരു അതിര് വയ്ക്കുമ്പോൾ അതവർ ബഹുമാനിക്കുന്നുണ്ടോ, അതോ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരാൾ നിങ്ങളുടെ നോയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെയാണ് ബഹുമാനിക്കാത്തത്. ഒരു നല്ല ബന്ധത്തിൽ നിങ്ങളുടെ അതിർവരമ്പുകൾക്ക് എപ്പോഴും ബഹുമാനം കിട്ടും. അതല്ലെങ്കിൽ അത് സ്നേഹമല്ല, നിയന്ത്രണം മാത്രമാണ്. നിരാശ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് തോന്നിയിട്ടുണ്ടല്ലേ? പക്ഷേ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവിടെയാണ് പക്വതയുടെ പരീക്ഷണം. ഒരാൾക്ക് ശാന്തമായി ആ സാഹചര്യത്തെ നേരിടാൻ പറ്റുന്നുണ്ടോ, അതോ ദേഷ്യപ്പെട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ആ ഒരു പ്രതികരണം മതി ഒരാളുടെ വൈകാരിക പക്വത എത്രത്തോളമുണ്ടെന്ന് അളക്കാൻ. ക്ഷമ എന്ന് പറയുന്നത് ഒരു മസില് പോലെയാണ്. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം അത് ബലപ്പെടും. ക്ഷമയുള്ള ഒരാൾക്ക് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്കു പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളോ, അത് അവരുടെ നിയന്ത്രണമില്ലായ്മയെയാണ് കാണിക്കുന്നത്. പലപ്പോഴും അതിന്റെ പിന്നിൽ ആത്മവിശ്വാസക്കുറവ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. യഥാർത്ഥ കോൺഫിഡൻസും അപകടകരമായ കോൺഫിഡൻസും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. യഥാർത്ഥ ആത്മവിശ്വാസമുള്ള ഒരാൾ നിങ്ങളെ ഒരിക്കലും ചെറുതാക്കാൻ ശ്രമിക്കില്ല. അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. കാരണം നിങ്ങളുടെ വളർച്ച അവർക്കൊരു ഭീഷണിയേ അല്ല. എന്നാൽ മറ്റൊരാളെ നിയന്ത്രിച്ച് ഭയപ്പെടുത്തി ചെറുതാക്കി കാണിക്കുന്നതിലൂടെ ആത്മവിശ്വാസം കണ്ടെത്തുന്നവരുണ്ട്. അതാണ് അപകടം. നിങ്ങളെ ഫോൺ ചെക്ക് ചെയ്യുക, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്ന് നിയന്ത്രിക്കുക, ഇതെല്ലാം സ്നേഹമല്ല, അവരുടെ ഉള്ളിലെ പേടിയുടെയും ഇൻസെക്യൂരിറ്റിയുടെയും ലക്ഷണമാണ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ റെഡ് ഫ്ലാഗുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ഫ്ലാഗുകളെക്കുറിച്ച് സംസാരിച്ചാലോ? അതായത് നല്ല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ പിന്തുണ നൽകുന്ന ഒരു പങ്കാളിയിലോ ഒരു സുഹൃത്തിലോ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ കരുതൽ. അത് വല്ലപ്പോഴും കിട്ടുന്ന വലിയ ഗിഫ്റ്റുകളോ സർപ്രൈസുകളോ അല്ല. അത് ദിവസവും കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒരാകെ തുകയാണ്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഒരു കപ്പ് ചായ കൊണ്ടുതരുന്നതില്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഓർത്തുവെക്കുന്നതില്, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആവശ്യത്തോടെ കാത്തിരിക്കുന്നതില്, അങ്ങനെയുള്ള ചെറിയ സ്ഥിരമായ കാര്യങ്ങളിലാണ് ആത്മാർത്ഥമായ കരുതൽ ഒളിഞ്ഞിരിക്കുന്നത്. ശരിക്കുമുള്ള ഒരു പങ്കാളി എങ്ങനെയായിരിക്കണം?
അവർ സ്ഥിരമായി നിങ്ങളിൽ താൽപ്പര്യം കാണിക്കും, നിങ്ങളുടെ വളർച്ചയെയും ലക്ഷ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കും. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ നിലവാരങ്ങൾ കുറച്ചാൻ അവർ ഒരിക്കലും ആവശ്യപ്പെടില്ല. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ അതിന് മുറിച്ചു കളയുന്ന ഒരാളെയല്ല. നിങ്ങളെ നിങ്ങളായിരിക്കാൻ അനുവദിക്കുന്ന, നിങ്ങളുടെ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ. അതിൽ കുറഞ്ഞ ഒന്നിനും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു, അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ തിരിച്ചറിവുകൾ, നമ്മുടെ ഈ ദിശാസൂചി, ഇതിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത്? ഒരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞതൊന്നും മറ്റുള്ളവരെ അളക്കാനോ വിധിക്കാനോ ഉള്ള ഒരു ചെക്ക്ലിസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഇത് നിങ്ങളോട് തന്നെ കാണിക്കേണ്ട ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ടൂൾ, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, നിങ്ങൾക്ക് സുരക്ഷിതത്വം തരുന്ന ബന്ധങ്ങൾ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടി. ഇത് ആത്യന്തികമായി ആത്മാഭിമാനത്തിന്റെ കാര്യമാണ്. അപ്പോ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധത്തിനു വേണ്ടിയും വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലാത്ത സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ ബഹുമാനമായിരിക്കാം, സത്യസന്ധതയായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരമുള്ള പിന്തുണയായിരിക്കാം. എന്തായാലും ആ ഉത്തരത്തെ മുറുകെ പിടിക്കുക. കാരണം അവിടെയാണ് നിങ്ങളുടെ സ്വന്തം ദിശാസൂചിയുടെ തുടക്കം. നന്ദി.